ഹലോ ഗേസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സർവൈവൽ സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗേസ്, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഗോൾ എന്ന് വെച്ചാൽ നമുക്ക് ഫുൾ അയൺ ആർമറും അയൺ ടൂൾസിലോട്ട് മാറണം. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഗോൾ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഫാമിംഗ് ഒക്കെ ഒന്ന് ചെയ്യണം. എന്ന് വെച്ചാൽ കൗ ഫാം, ഷീപ്പ് അവന്മാരെ കൊണ്ടുപോയി നമുക്ക് കുറച്ചൊന്ന് കൂട്ട് ചെയ്യണം. അതാണ് രണ്ടാമത്തെ ഗോൾ. നമ്മുടെ മൂന്നാമത്തെ ഗോൾ എന്ന് വെച്ചാൽ നമുക്ക് ഡയമണ്ട് ഹണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ട് അവസാനം നമ്മൾ ഒരു ഡയമണ്ടിലും കണ്ടുപിടിച്ചിരിക്കും. അങ്ങനെ 3 ഗോളാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. നമുക്ക് നേരെ വീടിലോട്ട് പോവാം. അപ്പൊ യെസ്, ഞാൻ ഓഫ് ക്യാമറ എടുത്തപ്പോൾ അതിന്റെ അപ്പുറത്തായിട്ട് വലിയൊരു മല കാണുന്നുണ്ടോ? അതിന്റെ താഴെ ഒരു വലിയൊരു ഓപ്പൺ കേവ് കണ്ടായിരുന്നു. ഇതിലും അത്യാവശ്യം വലിപ്പം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് ഒന്ന് പോയി നോക്കണം. അവിടാണ് എൻ്റെ വലിയ പ്രതീക്ഷ. അങ്ങോട്ട് ഇറങ്ങുന്ന വഴി കുറച്ച് അയണൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അതൊക്കെ ഒന്ന് എടുക്കണം. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് വില്ലേജ്, അയ്യോ ഇതാ ഞാൻ മുമ്പേ കണ്ട മറ്റേ കിടന്നുറങ്ങിക്കോട്ടെ പറയാം. ഇതാ ഞാൻ മുമ്പേ കണ്ട മറ്റേ വലിയ ഓപ്പൺ കേവ് എന്ന് പറയുന്ന സംഭവം. അതിവിടെ ഞാൻ ഇതുവഴി വന്നപ്പോ ആയിരുന്നു ഇവിടെ കണ്ടത്. ചുമ്മാ വന്നായിരുന്നു. ഇവിടെ വലിയ ഇവിടെ മറ്റേ സ്റ്റോണും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇത് വലിയൊരു ഓപ്പൺ കേവ് പോലെ അങ്ങോട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ട് ഇറങ്ങുന്ന വഴിക്കുണ്ടോ അവിടെ കുറച്ച് അയണൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇവിടെ അയണൊക്കെ ഇരിപ്പുണ്ട്. അവിടെ ഇറങ്ങുന്ന വഴിക്ക് അയൺ. ഞാൻ ഇവിടം വരെ വന്നുള്ളൂ. ഇവിടെ വന്നിട്ട് അങ്ങോട്ട് ചുമ്മാ ഇറങ്ങി നോക്കിയിട്ട് കയറി തിരിച്ചങ്ങ് പോയി. ഞാൻ ഇപ്പൊ വന്നപ്പോ അതേ വില്ലേജ് ഇരിക്കുന്നു ഇവിടെ. അത് കൊള്ളാം. നോക്കാം, വില്ലേജ് കയറി ലൂട്ട് എന്തെങ്കിലും കിട്ടും നോക്കാം. ഇതെന്നാ വില്ലേജാ? അടുത്തൊരു സ്വാമ്പ് ഇരിപ്പുണ്ട്. ഒരു സ്വാമ്പ് ഇരിപ്പുണ്ട്. 2 വീട് ഏറി നിൽക്കുന്നു. വേറൊന്നും ഇവിടെ ഏറി നിൽക്കുന്നു. ബഗ് അടിച്ചുണ്ടായതാണ്. ആരാണ് പറഞ്ഞത് ജവയ്ക്കകത്ത് ബഗ്ഗില്ലെന്ന്? പിന്നെ ബഗ് അടിച്ചുണ്ടായതാ. എല്ലാരും വന്ന് ബെഡ്റോക്കിനെ കളിയാക്കും. ബഗ് റോക്ക് എന്ന് പറഞ്ഞു. ഇത് പിന്നെ ബഗ് അല്ല, പിന്നെ എന്ത് കേട്ടോ? 2 വീട് ഏറി നിൽക്കുന്നു. അതെല്ലാം കൊള്ളാം. ആണ്ടേ പാവപ്പെട്ടൻ അവിടെ കുടുങ്ങിയിരിക്കടാ. നമ്മൾ വന്ന കാര്യം വിട്ടു. നമ്മൾ വന്നത് ആ കേവിലോട്ട് കയറാൻ വേണ്ടി നമ്മൾ വന്നത്. ഇത് നമുക്ക് പിന്നെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്നാലും ഇത് വന്നത് എന്റെ പൊന്നു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കിടന്നു കേട്ടോ. ഈ ഏറില് 2 വീട് ഇങ്ങനെ നിൽക്കുന്നു. നമുക്ക് തന്നെ താഴോട്ടിറങ്ങി നോക്കാം. ഇങ്ങോട്ടൊരു കേവ് പോലെ പോകുന്നുണ്ട്. താഴോട്ട് അത്യാവശ്യം ദൂരമുണ്ടെന്ന് തോന്നുന്നത് പോകുന്നത്. ഇവിടെ ടോർച്ച് വെച്ചു പോകും, അല്ലെങ്കിൽ തിരിച്ചൊരു എന്തെങ്കിലും സ്പോണാവും. നമുക്ക് ഇവിടെ എവിടെയും ഒരു റീസ്പോൺ പോയിന്റ് ഇവിടെ സെറ്റ് ആക്കണം. അയ്യോ, നമുക്കിത് ഇവിടെ പോയിട്ട് ഒരു റീസ്പോൺ പോയിന്റ് സെറ്റ് ആക്കണം. ഇവിടുത്തെ വെള്ളം വയ്ക്കുക. നമുക്കിന്നെ മണ്ടക്കറിയ വെള്ളം എടുക്കാം. ഈ വാട്ടർ പകരം എടുക്കണം. ചടിക്കും. റീസ്പോൺ പോയിന്റ് ഇവിടെ സെറ്റ് ആക്കിയേക്കാം. പിന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ ഇരുന്നോട്ട്. പിന്നെ ഈ ചെസ്റ്റും ഇവിടെ ഇരുന്നോട്ട്. ഓക്കെ, താഴോട്ട് ഇവിടെ കുറച്ച് അയൺ ഇരിപ്പുണ്ട്. ഇത് നോക്കി എടുത്തേക്കാം. സ്പോണറാണോ ഇത്? പൊട്ടിച്ച് നോക്കട്ടെ. ഇത് സ്പൈഡർ സ്പോണർ, കാരണം അകത്തുനിന്ന് സ്പൈഡറിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പറയുന്നു. ഗൺ പൗഡറും എടുത്തേക്കാം. ഇതിനകത്ത് വീറ്റ് പോളും നീറ്റാകും ഫോഴ്സ് ആർമർ എല്ലായിടത്തും അപ്പുറത്തും ഉണ്ടാകാം. നമുക്കിനിയും അയൺ കണ്ടുപിടിക്കാൻ പിന്നെയും പോവാം. 10 അയൺ ആയതേ ഉള്ളൂ. നമുക്കൊരു അരസ്റ്റാക്കെങ്കിലും ഒപ്പിക്കണം. എടുക്കാം. 20 അയൺ ആയതേ ഉള്ളൂ. കുറച്ചുകൂടെ വേണം നമുക്ക്. കേവ് എന്തിനടാ നിൽക്കുന്നത് താഴെ? അയ്യോ, അതും എടുത്തിട്ട് PC വരെ പോയിട്ട് നമുക്ക് PC നമ്മളെ വേളി സെറ്റാക്കിയില്ല. അവിടം വരെ പോയിട്ട് നമുക്കൊരു ആക്സ് ഉണ്ടാക്കണം. സ്പോൺ ആയില്ല, രാത്രി ഇവിടെ കുറച്ച് ആയിരിക്കുന്നു. ഇതും എടുത്തേക്കെ. ഇത് ഞാൻ കണ്ടില്ല, എപ്പോഴാണ് കാണുന്നത്. നൈറ്റ് ആയിരുന്നു, കിടന്നുറങ്ങണം. നമുക്കൊരു ഫർണസ് ഉണ്ടാക്കണം. ഫർണസ് ഉണ്ടാക്കിയിട്ട് അയാളൊക്കെ ഒന്ന് സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇത് ഇവിടെ നിന്ന് സ്മെൽറ്റ് ആയിക്കോട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് താഴെ വരെ കണ്ട ഡയമണ്ട് ഒക്കെ എടുത്തുകൊണ്ട് വരാം. കുറച്ചൊരു ടോർച്ച് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകും. അല്ല ശരിയാതില്ല, ടോർച്ച് വേണം. ഏകദേശം 3 സ്റ്റാക്ക് അടുപ്പിച്ച് നമുക്ക് ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ അയൺ കണ്ട പോലെ നമുക്കിത് നേരെ താഴോട്ട് പോകാം. നമ്മൾ ആ കണ്ട ഡയമണ്ട് കൂടെ നമുക്കൊന്ന് എടുക്കണം. അയ്യോ, ക്രീപ്പർ. അയ്യോ, ഇവിടെ വീട്ടിൽ നിൽക്കുന്നു. ട്രയൽ തന്നു. വീണ്ടും ക്രീപ്പർ. വീണ്ടും ക്രീപ്പർ. ഓ, യു അഗെയിൻ. Oh, you again? 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 Oh, you again?
അതേ കറങ്ങി നമ്മൾ ഇവിടെ തന്നെ വന്നു. കൊള്ളാം. അത് നമുക്ക് മുമ്പേ കണ്ട വലിയ കേവിലോട്ട് ഇറങ്ങിച്ചില്ല. എന്താണ് പിന്നെ കുറെ പേരവിടെ കാത്തിരിക്കുന്നുണ്ട്. എനിക്കറിയാം. നമ്മൾ കണ്ട കേവ് അതായിരുന്നു. റീപ്പർ അവിടെ നിൽക്കുന്നത് തന്നെ അത് 2 എണ്ണം, 3 എണ്ണം ഇങ്ങോട്ട് ഇറങ്ങിയിട്ട്. നല്ല വലുപ്പമുണ്ട് കേട്ടോ ഇത്. നമുക്ക് ഓടിപ്പോയില്ല, തുറന്നു നോക്കാം. ഓടിക്കോ ഓടിക്കോ. പൊന്നോ എന്നോടായത് കേവായത് ഇല്ല. വീണ്ടും ക്രീപ്പർ. വീണ്ടും ക്രീപ്പർ. 2 ക്രീപ്പർ. കുട്ടിയില്ല. കൈ കൊണ്ട് അടിച്ചു വന്നു. ഓക്കെ 1 2 അല്ല അതിനെ പറ്റിച്ചു. വാ എന്റെ പുറകെയല്ലേ വരുന്നേ. നമുക്കിവിടെ കാണുന്ന അയണി കൂടെ കുറെ എടുത്താക്കാം, എല്ലാം എടുത്താക്കാം. വേറൊരു സ്പോണ്ടർ ഇരിക്കുന്നു. 3ാമത്തെ സ്പോണ്ടർ ഇപ്പൊ കാണുന്നു. സോംബി സ്പോണ്ടർ. ഇതിലുണ്ടോ കുറെ കോളും കാണാൻ ആവശ്യം വരും. നമുക്ക് ഓക്കെ. അപ്പൊ നമുക്കിനി ഇവിടെ കണ്ട താഴോട്ട് പോകുന്നില്ല, ശരിയാത്തില്ല. അതുകൊണ്ട് ഇതിന്റെ താഴോട്ടിനി കിടക്കും എനിക്ക് ഇഷ്ടം പോലെ. ഇഷ്ടം പോലെ കേട്ടോ. 1 2 3 4 6. നമുക്ക് ഇവിടുന്ന് തന്നെ 6 ഡയമണ്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്താ ഇഷ്ടം പോലെ വേറെ ഡയമണ്ട് കാണും. ഇവിടെ 7 8 9 തന്നെ 9 ഡയമണ്ട് കണ്ടു. നമുക്ക് മേലെ കാണാൻ ഡയമണ്ട് ഒക്കെ എടുത്തോണ്ട് നമുക്ക് നേരെ ബേസിലോട്ട് പോകാം. അത്യാവശ്യം അയണും എടുത്തോണ്ട് പോകണം. നമുക്കത് നമ്മുടെ ഫസ്റ്റ് ഡയമണ്ട് എങ്ങനെ മൈൻ ചെയ്തെടുക്കാൻ പോകണം. നമ്മുടെ ഫസ്റ്റ് ഡയമണ്ട് 2 എണ്ണം കിട്ടി. ഓക്കെ. വേറെ മേളിരിപ്പുണ്ട്. ഇവിടെ തന്നെ 5 ഡയമണ്ട് കിട്ടും. നമുക്കിനി ബാക്കി കാണുന്ന അയണുകൾ എടുത്തോണ്ട് നമുക്ക് ബേസിലോട്ട് പോകാം. ഓക്കെ. നമ്മൾ ഇവിടുത്തെ എല്ലാം എടുത്തിട്ടുണ്ട്. ഡയമണ്ടും എടുത്തു, അയണും എടുത്തു. ഗോൾഡൊക്കെ നമുക്ക് പിന്നെ വന്നെടുക്കാം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വല്ലതും ഗോൾഡൊക്കെ വന്നെടുക്കാം. നമുക്ക് ഡയമണ്ട് മൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഗോൾഡ് എടുത്തോണ്ട് പോകും. നമുക്ക് നേരെ നമ്മുടെ ബേസിലോട്ട് പോയിട്ട് ബാക്കി ഗോൾഡൊക്കെ നമുക്ക് സെറ്റ് ആക്കാം. ബാക്കിയോട് സ്മെൽറ്റ് ഔട്ട്. നമുക്ക് കിട്ടിയ അയണ് വെച്ച് നമുക്ക് ആർമറും ടൂൾസ് അങ്ങ് ഉണ്ടാക്കിയേക്കാം. നമുക്കൊരു ഹെൽമെറ്റ്, ഒരു ചെസ്റ്റ് പ്ലേറ്റ്, ഒരു ലെഗിൻസ്, ഒരു ബൂട്ട്സ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഗോളായ ഫുൾ അയൺ ആർമർ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി അയൺ ടൂൾസ് കൂടെ സെറ്റ് ആക്കാം. ഒരു സോഡ്, ഒരു പിക്കാക്സ്, ഒരു ആക്സ്, ഒരു ഷവല്, ഒരു പോ കൂടെ. ഓക്കെ. ഇത്രയാകുമ്പോൾ നമ്മുടെ എപ്പിസോഡിന്റെ ആദ്യത്തെ ഗോളായ ഫുൾ അയൺ ആർമറും ഫുൾ അയൺ ടൂൾസിലോട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതെല്ലാം കെട്ടിപ്പറക്കി നമുക്ക് വീട്ടിലോട്ട് പോകാം. വീടല്ല, നമുക്ക് നമ്മുടെ ബേസിലോട്ട് പോകാം. നമ്മളങ്ങനെ ഫൈനലി നമ്മളെ ബേസിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് മരമൊക്കെ ഒന്ന് വെട്ടിയെടുത്തിട്ട് ഫെൻസ് ഉണ്ടാക്കാം. അതാണ് നമ്മുടെ അടുത്ത പണി. ഇവിടുന്ന് 1/2 സ്റ്റാക്കും 7 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്കിനി നേരെ നമ്മുടെ ബേസിലോട്ട് പോയിട്ട് നമുക്ക് അടുത്ത ഗോൾ നമുക്ക് നോക്കാം. നമ്മളങ്ങനെ ബേസിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇത് വെച്ച് ഫെൻസ് ഉണ്ടാക്കണം. ഇത്ര മതിയായിരിക്കും. നമുക്ക് ഇട്ട് നോക്കാം, വെച്ച് നോക്കാം. ഇത്ര മതിയായിരിക്കും. നമുക്ക് ഇവിടെ ആയിട്ട് നോക്കാം. നമുക്കിനി വീറ്റ് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം.
ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ ഇവിടെ ഷീപ്പിനെയും ഇവിടെ കൊണ്ടുവന്ന് കൗനെ ഇട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഗോളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത പുതിയൊരു എപ്പിസോഡായിട്ട് അടുത്ത പുതിയ ഗോളുമായിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.